ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേത്യാസ്മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ചെയ്യാൻ പറ്റിയ 2-3 റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കാണുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ എപ്പോഴും ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ട് തന്നെ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അത് സംഭവം വേറൊന്നുമല്ല, നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയത് കൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ അതുകൊണ്ടുള്ള റെസിപ്പീസ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ബോറാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2 വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ തോർത്തിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നുറുക്ക് ഗോതമ്പ് കഴുകിയതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ചെറിയ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ചെറിയ തരിയുള്ളതാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് ഈ ഒരു കപ്പിനാണ് ഞാൻ അളന്നിരിക്കുന്നത്. ഇതിന് 1.5 കപ്പ്. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അതേ നുറുക്ക് ഗോതമ്പാണ്. അപ്പം വലിയ തരിയുള്ളതായാലും പ്രശ്നമില്ല, നമ്മളിത് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കും. പിന്നെ നമുക്ക് ആവശ്യം റവയാണ്. ഞാനിവിടെ 2 സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് നമ്മളുടെ ലഡുവിന്. പിന്നെ നമുക്ക് ആവശ്യം പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കപ്പിന് തന്നെയാണ് ഇതെല്ലാം അളന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഏലക്കായയാണ്. പിന്നെ 3 ഏലക്കായയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. അത് പക്ഷേ ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ നുറുക്ക് ഗോതമ്പ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലുള്ള ജലാംശമൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഗോതമ്പ് ഇപ്പോൾ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ പരുവം. നല്ല ക്രിസ്പായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല ചെറിയ തരിയായിട്ട് നമുക്ക് തേങ്ങ കിട്ടും. ഇതിപ്പോൾ നമ്മൾ തിരികെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വലിയ ഇതായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ നെയ്യ് കൂടി ചേർക്കുമ്പോൾ നമ്മളുടെ ലഡുവിന് ഒന്നുകൂടി ഒരു സ്വാദ് കൂടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ സ്റ്റേജിൽ നെയ്യ് ചേർക്കണോ വേണ്ടേന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തേങ്ങ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തരിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ചെറിയൊരു തരിതരിപ്പോടുകൂടിയേ നമുക്ക് കിട്ടുള്ളൂ, അല്ല നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പോടെ കിട്ടുള്ളൂ, അത് പ്രശ്നമല്ല കേട്ടോ. ആ ഒരു പരുവത്തിന് തന്നെയാണ് നമുക്ക് ഇത് കിട്ടേണ്ടതും. ഇനി ഇത് നമുക്ക് പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് ആ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, 2-3 മിനിറ്റ് മതി. ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നെയ്യപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനി റവ നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ഞാനിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സാധാ റവയാണ്. വറുത്ത റവ ആയാലും പ്രശ്നമില്ല. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ നല്ല ചെറിയ തരിയായി വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചപ്പോഴേക്കും. ഇനി റവയും തേങ്ങയും നമ്മുടെ ഗോതമ്പും എല്ലാം ഒന്ന് മിക്സായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ പഞ്ചസാര പൊടിച്ചപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏലക്കായും കൂടി ചേർത്താണ് ഞാൻ പൊടിച്ചെടുത്തത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, പാൽപ്പൊടി.
ഞാനിവിടെ 2 സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് ചൂട് വെള്ളത്തിൽ നന്നായി കലക്കി എടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഫുഡ് കളർ നമ്മളുടെ ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ, അല്ലാതെ ഞാനിത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ പാലിനെക്കാട്ടിലും എപ്പോഴും സ്വാദ് കൂടുതൽ നമ്മൾ ഈ പാൽപ്പൊടി യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ്. അപ്പം പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പാല് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക, അത് പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കാഷ്നട്ടൊക്കെ ചേർക്കാൻ. നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൂടുതൽ നേരം പിന്നെ തീയിൽ ഇട്ടേക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാൽപ്പൊടി ഒന്ന് ഏകദേശം മിക്സായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം, അത് പ്രത്യേകം ഓർക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം കൂടുതൽ നേരം നമ്മൾ ഈ പാനിൽ വെച്ചേക്കരുത്, കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ. ഇത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് കുറച്ച് ഡ്രൈ ആണ്, നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ നല്ല ചൂട് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിന് നനവുണ്ട്, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നനവുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആണെന്ന് തോന്നുന്നെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ചൂടുവെള്ളം. കേട്ടോ, അത് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഒരു മുന്തിരിങ്ങ കൂടി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ലഡുവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടിട്ട് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അതും കൂടി ഒന്ന് കാണുക. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കി ലഡുവും ചെയ്തെടുക്കാം. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല അടിപൊളി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് 13 ലഡുവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ലഡുവാണ്, നല്ല ടേസ്റ്റിയായ ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്